finally, let's compare some with CPA US and CMA US. Okay. So CPA US ന്റെ കേസിൽ നമുക്ക് 4 എക്സാംസ് എന്നുള്ളത്, CMA USന് 2 എക്സാമും ACCക്ക് 13 ആണ് ഉള്ളത്. എക്സാം പാറ്റേൺ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടാസ്ക് ബേസ്ഡ് സിമുലേഷൻസ് ഉണ്ട്. CMA US ഒബ്ജക്റ്റീവ് ആണ്, ACCA ഒബ്ജക്റ്റീവ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. സിലബസ് പറഞ്ഞിരുന്നു അക്കൗണ്ട്സ്, ഓഡിറ്റ്, ടാക്സസ് ആൻഡ് അതിന്റെ ഓരോന്നിന്റെ ഇലക്ടീവ്സ്. അക്കൗണ്ട്സിന് സബ്, ഓഡിറ്റിംഗിന് സബ്, ടാക്സസിന് സബ്. CMA US പ്യൂർലി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമേ വരത്തുള്ളൂ. ACC ഇസ് ലൈക്ക് എ UKCA, സോ അതുകൊണ്ട് തന്നെ ഏകദേശം ഇവിടുത്തെ സാധനങ്ങൾ സിമിലർ ആയിരിക്കും. ആൻഡ് CPA ഓൾ അറൌണ്ട് ദ വേൾഡ് ഈസ് റെക്കഗ്നൈസ്ഡ്, ഗ്ലോബൽ റെക്കഗ്നിഷൻ ആണ് ഇതിനുള്ളത്. ആൻഡ് ACCA കുറച്ചുകൂടെ യൂറോപ്യൻ ബേസ്ഡ് അല്ലെങ്കിൽ UK ബേസ്ഡ് ആണ്. ഓക്കെ. വർക്ക് എക്സ്പീരിയൻസ് മിക്കവാറും നമുക്ക് ലൈസൻസ് എടുക്കാൻ 1 വർഷമാണ് വേണ്ടത്. 1 വർഷത്തിന് ശേഷം അത് നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. CMA USനും ACCക്കും 2 years and 3 years റെസ്പെക്റ്റീവ്ലി. ആൻഡ് വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബലി. ഓക്കെ. ആൻഡ് CPA USന് അപ്രോക്സിമേറ്റ് കോസ്റ്റ് 3.5 lakhs അടുത്ത് വരും. ആൻഡ് ACCക്ക് ഏകദേശം അതിന് അടുത്ത് വരും. പക്ഷേ CMA US നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇനീഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 to 8 lakhs per annum. അതൊരു സ്റ്റാർട്ടിംഗ് പാക്കേജ് ആണ്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 20 lakhs or 25 lakhs വിത്തിൻ 5 or 6 years. ആ റേഞ്ചിലേക്ക് മാറാനുള്ള എല്ലാ സ്കീമും CPAക്ക് ഉണ്ട്. കാരണം CPA is the fastest growing thing and there are a shortage of CPAs right now. അതേസമയം 1.5 lakhs ആണ് നിങ്ങൾ CMAക്ക് ഇടുന്നെങ്കിലും നോക്കുമ്പോൾ ചിലവ് കുറവാണെങ്കിലും the starting salary is low because CMA US പാസ്സായ ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഹൈ ആയതുകൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് വളരെ കുറവാണ്. ACCA കമ്പാരിറ്റീവ്ലി ഡൂയിങ് ബെറ്റർ, ബട്ട് സ്റ്റിൽ ACCAക്ക് ഇപ്പം നിലവിൽ ഒരു ഓപ്പർച്യൂണിറ്റികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ലെന്നല്ല, CMA US പഠിച്ചാലും ACCA പഠിച്ചാലും ജോലി കിട്ടും, പക്ഷെ നിലവിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പം നമ്മൾ തന്നെ കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. So, and moving on to why you can be here at PREQ. Okay. PREQന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് ട്രെയിനിങ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. ആൻഡ് വി പ്രൊവൈഡ് 300 hours ഓഫ് CPA. ഓക്കെ. ആൻഡ് വി പ്രൊവൈഡ് സർജൻ CPA ആൻഡ് EA റിവ്യൂ. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ യു നീഡ് അമേരിക്കൻ മെറ്റീരിയൽസ്. ആൻഡ് സർജൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ റിവ്യൂ പ്രൊവൈഡേഴ്സ് ഔട്ട് ദെയർ. CPA പഠിക്കാൻ വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ് സർജൻ. ആൻഡ് വി പ്രൊവൈഡ് ഫ്രീ ഇവാലുവേഷൻ സപ്പോർട്ട് ഫോർ CPA. കാരണം CPA എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ PREQ. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ. നിങ്ങൾ കുറെ ChatGPT പോലത്തെ സാധനങ്ങളെ പറ്റി നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ. ആൻഡ് they will make you do the MCQs, they will make you do task based simulations, and with each correct simulation your score gets improved. So നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോറിനാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPA റിവ്യൂവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോവുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജൻ. എന്നെ CPA എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡി ടൈം. കാരണം സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ. നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് അവർ വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരില്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം
പോയിന്റ്സും നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജനിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജൻ ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with PrepQ.